ഒരു യു.എ.ഇ.യോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ ഒരു വിസിറ്റിംഗ് വിസയിൽ ജോലി തേടി പോകുന്ന ശ്രദ്ധിക്കേണ്ട ഒരു 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. എനിക്ക് ഒരുപാട് എൻക്വയറികൾ വരാറുണ്ട് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഒരുപാട് എൻക്വയറി വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒഴിച്ചുകൂടാനാവാത്ത 6 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ 6 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ്. പാസ്പോർട്ട് നമ്മൾ ഒരു വിസയ്ക്ക് ജോലിക്ക് വേണ്ടി തേടി പോകുമ്പോൾ നമ്മൾ അറേബ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ പാസ്പോർട്ടിന് 6 മാസത്തിൽ മുകളിൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ 6 മാസം മിനിമം അല്ല കേട്ടോ, എങ്ങനെ പോയാലും ഒരു വർഷത്തിന് മുകളിൽ വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ആ വിസിറ്റ് വിസ 3 മാസം വിസിറ്റിംഗ് വിസയിൽ 2 മാസം വിസിറ്റിംഗ് വിസയിലായിരിക്കും വരുന്നത്. ആ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് 1-2 തവണ പുതുക്കേണ്ട ആവശ്യമൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ 6 മാസം കൂടുതൽ വാലിഡിറ്റി ഇല്ലെങ്കിൽ വിസ ഇഷ്യൂ ചെയ്യുന്നതിനും നമുക്കൊരു ജോലിയിൽ അതായത് വിസിറ്റിംഗ് വിസയിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് കാര്യമാണ് പാസ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള CV ഉണ്ടായിരിക്കണം. അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നല്ലൊരു CV നിങ്ങൾ നാട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് വരേണ്ടതാണ്. കാരണം ഇവിടെ വന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവായ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ യു.എയിലുണ്ടെങ്കിൽ യു.എയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊരു മൊബൈൽ നമ്പർ എടുപ്പിച്ച് ആ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾക്ക് ആ CV അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് മൊബൈൽ നമ്പറൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഹയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഏത് രാജ്യങ്ങളിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തെ അറ്റസ്റ്റേഷൻ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അറ്റസ്റ്റേഷനും നിങ്ങൾക്ക് നടത്തിയിരിക്കണം. കാരണം ഇപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ കുറേ ഫോർമാലിറ്റീസൊക്കെ കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പി, അതായത് നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തെ അറ്റസ്റ്റേഷൻ നിർബന്ധമാണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ചെയ്യാം, പക്ഷേ അത് ഡബിൾ മടങ്ങ് എക്സ്പെൻസീവാണ് നാട്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പാസ്പോർട്ട് നമുക്കിവിടെ വന്ന് റിന്യൂ ചെയ്യാം, പക്ഷേ ഇവിടെ വന്ന് റിന്യൂ ചെയ്യുമ്പോൾ ഏകദേശം 10,000-ത്തിന് മുകളിൽ നമുക്ക് എക്സ്പെൻസായി വരും. പക്ഷേ നാട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ വെറും 2,000 രൂപയിൽ താഴെ നമുക്ക് ആ എക്സ്പെൻസ് വരുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ CV-യിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. CV-യിൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് കൂടിയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ മാക്സിമം നിങ്ങൾ CV-യിൽ ആഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള നല്ലൊരു ഫോട്ടോ, ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും നിങ്ങൾ കൈ കരുതേണ്ട ആവശ്യമാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ പല വിസ പ്രോസസ്സിനാണെങ്കിലും പല ഇൻ്റർവ്യൂ പ്രോസസ്സിനാണെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വന്ന് നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നത്, പക്ഷേ എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ് കോപ്പിയും ഒരു സോഫ്റ്റ് കോപ്പിയും കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വലിയ ഇവിടെ നിന്ന് എടുക്കുന്നതിനേക്കാളും എക്സ്പെൻസ് കുറവാണ് നാട്ടിൽ നിന്ന് എടുക്കും. പിന്നെ ആറാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇവിടെ വന്ന് 1-2 ആഴ്ച കഴിയുമ്പോഴാണ് സാധാരണ അവിടെ വരുമ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂകളൊക്കെ കിട്ടിത്തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കയറാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇവിടെ വരുമ്പോൾ നല്ല ചിലവ് നിങ്ങൾക്കറിയായിരിക്കും, നിങ്ങൾക്ക് ഓൾറെഡി ജോലിയില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ചിലവുകളാണ്, നിങ്ങളുടെ റൂം റെൻറ്റ്, ഭക്ഷണം, അപ്പോൾ ചിലവുകൾ ഇങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ ആ ചിലവ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനും ചുരുങ്ങിയ കാലം കൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് കയറിപ്പെടാനൊക്കെ കുറച്ച് സ്കോപ്പ് കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ആ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് സിം എടുപ്പിച്ച് ആ സിമ്മിൽ അല്ല മൊബൈൽ നമ്പർ നിങ്ങളുടെ CV-യിൽ അറ്റാച്ച് ചെയ്ത് വെച്ച് നാട്ടിൽ നിന്ന് തന്നെ എല്ലാ കമ്പനികൾക്കും നിങ്ങളുടെ CV അയച്ചു കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ആയ ശേഷം ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർവ്യൂ കിട്ടുകയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിക്ക് പ്രവേശിക്കാൻ സാധിക്കും. മാക്സിമം കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്തപ്പെടാനുള്ള സ്കോപ്പ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.